സർവേകളിൽ യു.ഡി.എഫിന് മേൽക്കൈ എല്ലാവരും പ്രവചിക്കുമ്പോൾ ആ വോട്ട് ഷെയർ എങ്ങനെ മാറുന്നു എന്നതാണ് നമ്മൾ പരിശോധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം വോട്ട്, ക്രൈസ്തവ വിഭാഗത്തിലെ മെജോറിറ്റി വോട്ട് പ്ലസ് മുസ്ലിം വിഭാഗത്തിലെ മെജോറിറ്റി വോട്ട്, ഇത് മൂന്നും ചേരുമ്പോൾ യു.ഡി.എഫിന് അനുകൂലമാകുന്നു സാഹചര്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് സ്വാഭാവികമായും ഹൈന്ദവ വോട്ടുകൾ, അതാണ് മെജോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ ഈഴവ വോട്ടുകൾ, നായർ വോട്ടുകൾ, ധീവര സമുദായത്തിൽ വോട്ടുകൾ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾക്ക് ചില പ്രത്യേക പാറ്റേൺ ഉണ്ട് എന്നതാണ് ഈ സർവേകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ന്യൂസ് 18 പുറത്തുവിട്ടിട്ടുള്ള വൈബിൻ്റെ സർവേ അനുസരിച്ച്, വോട്ട് വൈബിൻ്റെ സർവേ അനുസരിച്ചുള്ള ഡേറ്റയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നോക്കുക, ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ഡേറ്റ. LDFിനെയാണ് ഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നത് എന്നത് മാത്രവുമല്ല, അത് 52% മുകളിലാണ് എന്നതുകൂടിയാണ്. UDFിനാകട്ടെ കേവലം 25% പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പിന്തുണയെ ലഭിക്കുന്നുള്ളൂ. NDA അവിടെ പലപ്പോഴും വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത് NDA ഒരു സവർണ മേധാവിത്വ പാർട്ടിയാണ് എന്നാണ്. അവിടെ 18% അവർക്ക് കടന്നു കയറാൻ സാധിക്കുന്നുണ്ട്. ഇനി കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ എന്നതാണ്. അവിടെയും ഡേറ്റ LDFിനാണ് അനുകൂലം. UDFിന് 34% എങ്കിൽ LDFിന് 43% വോട്ട് ഷെയർ ഉണ്ട്. NDA പിന്നാക്ക വിഭാഗങ്ങളിൽ ഉള്ള വോട്ട് വിഹിതം മറ്റു പിന്നാക്ക വിഭാഗങ്ങളിലും നിലനിർത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പിന്നാക്കത്തിന് ശേഷം മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് വിഹിതം, അത് രസകരമായൊരു കണക്കാണ് വോട്ട് വൈബിന് പങ്കുവെക്കാനുള്ളത്. 3 മുന്നണികളും ഒരുപോലെ വോട്ട് ഷെയർ പങ്കിടുന്നു എന്നതാണ്. UDF 32%, LDFിന് ചെറിയൊരു അപ്പർ ഹാൻഡ് 33%, NDA 30% എന്നിങ്ങനെയാണ് വോട്ട് വൈബിൻ്റെ സർവേ എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ടുഡേസ് ചാണക്യയിലേക്ക് പോകുമ്പോൾ അവർ കുറച്ചുകൂടി വോട്ടിനെ ഷെയർ ചെയ്താണ്, വിഭാഗമായി കണ്ടുകൊണ്ടാണ്. അതായത് UDFിന് നായർ സമുദായത്തിൽ 32% പിന്തുണയുണ്ട്, LDFിന് അത് 28 എന്ന് പറയുമ്പോൾ അവിടെയും വലിയൊരു അന്തരം കാണുന്നത് NDAക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് ഷെയറാണ്. അത് 39% എന്നതാണ്. നായർ വിഭാഗത്തിലെ 39% NDA പിന്തുണയ്ക്കുന്നു എന്നതാണ്. ഈ ഡേറ്റയിലും കൃത്യമായൊരു അന്തരമുണ്ട് എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഇനി നമ്മൾ തീർച്ചയായും മാജിക് വാളിലേക്ക് തിരികെ പോകുമ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ റിസർവ്ഡ് സീറ്റുകളിൽ ഉൾപ്പെടെ ഏത് തരത്തിലുള്ള ഒരു പ്രകടനം ആണ് കേരളത്തിൽ കാഴ്ചവെക്കപ്പെട്ടത് എന്നതാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഡേറ്റകൾ ആധികാരികമായി വളരെ പ്രധാനപ്പെട്ടതായി വിലയിരുത്തേണ്ടതായി വരുന്നത്. അതായത് കേരളത്തിൽ റിസർവ് ചെയ്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ വലിയ മേൽക്കൈ, ഏതാണ്ട് തൂത്തുവാരുകയായിരുന്നു ഇടതുപക്ഷം എന്നതാണ് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ, ഈഴവരുടെ, നായർ വിഭാഗത്തിൻ്റെയും ഒക്കെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അവിടെ ഇതാ LDFിനെ സംബന്ധിച്ചിടത്തോളം 13 സീറ്റുകളും നേടാൻ അവർക്ക് സാധിച്ചിരുന്നു. UDFിനാകട്ടെ കേവലം ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് എന്നതാണ്. ഒപ്പം ഇതാ വോട്ട് ഷെയർ കൂടി നോക്കുക, 47% വോട്ടുകൾ LDFിന് നേടാൻ സാധിച്ചുവെങ്കിൽ UDFിന് അത് 30% എന്നതാണ്. ഏതാണ്ട് 17% വോട്ട് വിഹിതത്തിൽ ഉള്ള കുറവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നതാണ് UDFും LDFും തമ്മിൽ. ആ ഒരു അന്തരം ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതെങ്ങനെ മാറിമറിയും ഇത്തവണ എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിവരം കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, അതായത് ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, അവർ ഏതാണ്ട് കൂട്ടത്തോടെ UDFിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈന്ദവ വോട്ടുകളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, അത് ചിതറിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. LDFിന് മേൽക്കൈയുള്ള ഹൈന്ദവ വിഭാഗങ്ങളുണ്ട്, UDFിന് മേൽക്കൈയുണ്ട്, അപ്പർ ക്ലാസ്സുകളിലേക്ക് BJPക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ആ വോട്ടുകൾ ഇത്തവണ എത്രത്തോളം നിർണായകമാകും സജിത്? അഭിലാഷ്, ഈ കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് CPIM തന്നെയാണ്. അതാണ് ഈ കണക്കിൽ വ്യക്തമാവുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇത്തവണ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ഒരു സ്ട്രാറ്റജി, അത് ഏറെക്കുറെ മുസ്ലിം വോട്ടുകൾ ഒരു കൺസോൾഡേറ്റ് ചെയ്യപ്പെടാം, അത് തങ്ങൾക്കെതിരാവും എന്ന തിരിച്ചറിവിൽ തന്നെയാണ്. അങ്ങനെയാണ് ഹിന്ദു വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് CPM വരുന്നതിൻ്റെ കാരണവും. ഒരുപക്ഷെ ഈ
വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദ പ്രസ്താവനകളെ പൂർണ്ണമായി തള്ളാതെ അതല്ലെങ്കിൽ അതിനോട് കാര്യമായി പ്രതികരിക്കേണ്ട ആർജവത്തിൽ പ്രതികരിക്കാതെ CPM നിലപാടെടുത്തതിന് കാരണവും അതുതന്നെയാവണം. അതുതന്നെയാണ് എക്സിറ്റ് പോളുകളുടെ ഒരു ഫലസൂചനയും അങ്ങനെ തന്നെയാണ്. അതായത് ഈഴവ വോട്ടുകൾ 2 സർവേകളും പൂർണ്ണമായും ഇടതുമുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്ന സാഹചര്യം തന്നെയാണ്. വോട്ട് വൈബിൻ്റെ കണക്കിലേക്ക് വരുമ്പോൾ അത് OBC വോട്ടുകൾ 43%. അതായത് നോക്കൂ, 2 സർവേകളുടെയും വലിയ മജോറിറ്റി ഈഴവ വോട്ടുകളും ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണ്, LDFന് തന്നെയാണ് എന്നതാണ് സാഹചര്യം. അതേസമയം SC വോട്ടുകൾ, പരമ്പരാഗതമായ പട്ടികജാതി വിഭാഗ വോട്ടുകൾ ഇടതുപക്ഷത്തെ LDFനെ തുണയ്ക്കുന്നതാണ്. ആ വോട്ടുകളുടെ 52% ഒരു സർവേയിലും മറ്റൊരു സർവേയിലേക്ക് വരുമ്പോൾ അത് 49%. ഏറെക്കുറെ ചേർന്ന് പോകുന്ന കണക്കാണ്. ആ തരത്തിലേക്ക് പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ഈ സർവേയിൽ വരുന്ന കാര്യവും. പക്ഷേ അവിടെയാണ് അഭിലാഷ് സൂചിപ്പിച്ചത്, ഈ SC വിഭാഗത്തിലും ഈഴവ വിഭാഗത്തിലും BJPയുടെ കടന്നുകയറ്റം ഉണ്ടാവുന്നുണ്ട്. ചെറിയ ശതമാനം വോട്ട് ഷെയറെങ്കിലും അവിടെ NDAക്ക് വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. പക്ഷേ അതേസമയം ഈ നായർ വോട്ടുകൾ, അതായത് ഉയർന്ന കാറ്റഗറിയിലുള്ള വോട്ടുകൾ, ഉയർന്ന ജാതി വിഭാഗത്തിലുള്ള വോട്ടുകളിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടാവുന്നുണ്ട് സാഹചര്യമാണ്. നമുക്ക് കഴിഞ്ഞ തവണത്തെ കണക്കുമായി ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ ശബരിമല കേരളത്തിൽ ഏറ്റവും വലിയൊരു ഫാക്ടറായി നടന്ന തെരഞ്ഞെടുപ്പാണ് 2021. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പോലും കാര്യമായ രീതിയിൽ ഇടതു വോട്ടുകളിൽ, നായർ വോട്ടുകളിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു വേവ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ സാഹചര്യം അതല്ല. ഇത്തവണ ഇടതുപക്ഷത്തിന് ഉന്നത ജാതി വോട്ടുകളിൽ, നായർ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അത് NDAയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവാം എന്നതാണ് സാഹചര്യം. അതേസമയം അവരുടെ പരമ്പരാഗത 2 വിഭാഗങ്ങൾ, ഈഴവ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട SC വിഭാഗപ്പെട്ട വോട്ടുകൾ ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് എന്നതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ നായർ വോട്ടുകളിലെ ഷിഫ്റ്റിംഗ് ആവാം ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് സംസ്ഥാനത്തിന് ഭരണം കിട്ടുന്നില്ല എങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഹിന്ദു വോട്ടുകളിൽ ഇത്തവണ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു CPMഉം ഇടതുപക്ഷവും സ്ട്രാറ്റജി മേക്കിംഗ് നടത്തിയത്. അതേസമയം മുസ്ലിം കൺസോളിഡേഷൻ മറുഭാഗത്തുണ്ടായാൽ പോലും ഈ വോട്ട് കൊണ്ട് വിജയിച്ച് കയറാമെന്ന കണക്കെടുപ്പായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിലൊരു പക്ഷേ ആ കണക്കെടുപ്പിൽ ഒരു വീഴ്ചയായി അവർക്ക് മാറാൻ പോകുന്ന ഒരു പക്ഷേ ഈ നായർ വോട്ടുകളിലെയും ഉന്നത ജാതി വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളിലും ഉണ്ടാകുന്ന ഷിഫ്റ്റായിരിക്കും. TG സജിത്താണ് ഇത് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സജിത്ത്, ഞാൻ പെട്ടെന്ന് മടങ്ങിയെത്താം. കാരണം ഏതാണ്ട് ഇതേ പിക്ചറിൽ തന്നെയാണ് നമ്മൾ ഈ വിവിധ മേഖലകൾ, അതായത് തെക്കൻ കേരളം, വടക്കൻ കേരളം, അങ്ങനെ തിരിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് ആ ഡേറ്റയിലേക്ക് ഒന്ന് പോകുമ്പോൾ വടക്കൻ കേരളത്തിൻ്റെ ഒരു പിക്ചർ, അതായത് വോട്ട് വൈബ് നൽകിയ സർവേ ഫലമാണിത്. UDFന് 45%, LDFന് 39%, NDAക്ക് 12% എന്നതാണ്. അതായത് മലബാർ റീജിയൻ ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അടക്കം മെജോറിറ്റിയുള്ള ഇടങ്ങളുണ്ട്. അത് ആ ഡേറ്റയെ നമ്മൾ തീർച്ചയായും വളരെ പെട്ടെന്ന് കഴിഞ്ഞ തവണത്തെ, അതായത് 2021 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്ത് പോകേണ്ടതുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ആണ് നമുക്ക് ആ റീജിയൻ കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടതായി വരുന്നത്. വളരെ പെട്ടെന്ന് ആ നിലയിലുള്ള പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ ഈ മലബാർ ഉൾപ്പെടുന്ന മേഖല ചിന്തിച്ചിരുന്നത് എന്നതാണ്. ഇപ്പോഴിതാ നമ്മൾ പരിശോധിക്കുമ്പോൾ LDFന് അവിടെ 38 സീറ്റുകൾ വരെ ഈ മലബാർ ഉൾപ്പെടുന്ന മേഖലകളിൽ നേടാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ തവണ എന്നതാണ്. UDFന് 22 എന്നതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത തന്നെ അതായിരുന്നു. എല്ലാ മേഖലകളിലേക്കും വളരെ കൃത്യമായൊരു കടന്നുകയറ്റം LDFന് നടത്താൻ സാധിച്ചു. UDF അവിടെ പിന്നിൽ പോയി. പക്ഷേ ഇത്തവണ വോട്ട് വൈബ് നൽകുന്ന കണക്കുകൾ അപ്രകാരമല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ആയിരിക്കും ഉണ്ടാവുക എന്നതാണ്. ഇതാണ് വടക്കൻ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം. അതായത് LDFന് മെജോറിറ്റി ഉണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് UDF കടന്നു വരും എന്നതാണ് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മധ്യ കേരളത്തിൻ്റെ ഡേറ്റയിലേക്ക് വരുമ്പോൾ വീണ്ടും മാറ്റമുണ്ടാവുകയാണ്. മധ്യ കേരളത്തിലും കഴിഞ്ഞ ചിത്രം പരിശോധിച്ചാൽ അവിടെയും LDFൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. 17 സീറ്റുകളിൽ LDF ആണ് മുന്നിട്ട് നിന്നത്. ഈ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അതൊരു ക്രിസ്ത്യൻ സോണാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതായിരുന്നു പിക്ചർ. ഇനി നമ്മളിതാ വോട്ട് വൈബിൻ്റെ ഡേറ്റ കൂടി ഒന്ന് മധ്യ കേരളത്തിലേത് പങ്കുവയ്ക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആ ചിത്രം മാറുന്നു എന്നത് കാണാൻ സാധിക്കുന്നത്. UDFന് 41.5%, LDFന് 40%. ഏതാണ്ട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ഇത്തവണ നടക്കും എന്നതാണ് എടുത്തു പറയേണ്ടതായി വരുന്നത്. ഇത്തരത്തിൽ ചിത്രം മാറുന്നു ഇപ്പോൾ മധ്യ കേരളത്തിൽ എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇനി തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ചിത്രം എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ തവണ
ഈ തരത്തിൽ വലിയ തോതിൽ ആധിപത്യം പുലർത്തിയ, അതായത് ഇടതുപക്ഷം ആധിപത്യം പുലർത്തിയ ഒരു മേഖലയാണ് ഈ തെക്കൻ മേഖല എന്നത്. അവിടെ UDF-നാകട്ടെ കേവലം 4 സീറ്റുകളിൽ മാത്രമാണ് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ സാഹചര്യം മാറി മറിയുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വോട്ട് വൈബ് നടത്തിയിട്ടുള്ള സർവേയിൽ തെക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 39 സീറ്റുകളിൽ ഇപ്പോഴിതാ തെക്കൻ കേരളത്തിൽ 39% വോട്ടുകൾ UDF-ന്, 39% വോട്ടുകൾ LDF-ന് എന്ന നിലയിലേക്കാകുമ്പോൾ കഴിഞ്ഞ തവണ നേടിയതുപോലെ ഉള്ള ഒരു അപ്രമാദിത്വം LDF-നെ സംബന്ധിച്ചിടത്തോളം തെക്കൻ മേഖലകളിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ 30 സീറ്റുകൾ ആയിരുന്നു തെക്കൻ മേഖലയിൽ നിന്ന് LDF അക്കൗണ്ടിലാക്കിയത്. UDF-നെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ വോട്ട് വിഹിതത്തിലും കാര്യമായ കുറവുണ്ടായിരുന്നു തെക്കൻ കേരളത്തിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതുവിൽ ഇതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രം. അതായത് മത സാമുദായിക സംഘടനകൾ ഏത് രീതിയിലാണ് മാറി ചിന്തിക്കുന്നത്, അതിൻ്റെ പ്രതിഫലനം രാഷ്ട്രീയ കേരളത്തിൽ എങ്ങനെ സംഭവിക്കും എന്നത് സംബന്ധിച്ച എക്സിറ്റ് പോളിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഈ നിലയിലാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊരു ആധികാരികമായ ഡോക്യുമെൻ്റ് അല്ല. ഇനി തെരഞ്ഞെടുപ്പ് ഫലം മെയ് 4-ന് പുറത്തു വരുമ്പോൾ ഈ സമുദായ വോട്ടുകൾ ഒപ്പം കേരളത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, മലബാറും മധ്യ കേരളവും തെക്കൻ കേരളവും എങ്ങനെ ചിന്തിച്ചു എന്ന് ആധികാരികമായി തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രൈമറി സ്റ്റഡി എന്ന നിലയിൽ കണക്കാക്കാൻ പറ്റുന്ന ഡേറ്റയാണ് ഇതുവരെ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.